നമസ്കാരം. നമ്മൾ ശാസ്താംകോട്ട കോളേജിലാണ് നിൽക്കുന്നത്. ശാസ്താംകോട്ട കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മഹാരഥന്മാരായിട്ട് ഒരുപാട് പ്രതിഭകൾ ഈ കോളേജിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പം മലയാള സിനിമാ ലോകത്തും അതുപോലെ സാഹിത്യ ലോകത്തും ഒക്കെ നിരവധി പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ള ഒരു കോളേജാണ് ശാസ്താംകോട്ട കോളേജ്. അപ്പം ഞാനടക്കം ഇവിടെയാണ് പഠിച്ചത്. രശ്മിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ ഈ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. രേഷ്മയ്ക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ കോളേജിനെ കുറിച്ച്. എല്ലാവരും പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കോളേജിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ കോളേജിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരണ്ട. അപ്പൊ ഇവർക്ക് അറിയാവുന്നതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച്. ശാസ്ത ക്ഷേത്രം, അതുപോലെ തന്നെ ശാസ്താംകോട്ട കായൽ, ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലിന്റെ സമീപത്ത് തന്നെയാണ് ഈ കോളേജ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതി ഏറ്റവും കൂടുതൽ കരിഞ്ഞനുഗ്രഹിച്ചു നൽകിയ ഒരു കലാലയം കൂടിയാണ്. അതായത് പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുക. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങൾക്ക് മുന്നിൽ ഒരു സിനിമാ താരത്തെ പരിചയപ്പെടുത്താനാണ്. അപ്പം അതെ 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 ശാസ്താംകോട്ട കോളേജിന്റെ ശംഖു ബ്രോ, റോജിൻ തോമസ്. ഹായ്. ആദ്യം തന്നെ ഐലൻഡ് ടെലിവിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സ്നേഹിതൻ സജിത്തിനും രേഷ്മയ്ക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഒരു വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ നിമിഷത്തിലാണ് ഞാനിപ്പോൾ. കാരണം ഏറ്റവും പ്രധാനം, എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിലേക്ക് എത്തുക എന്നുള്ളത്. ഒരു സിനിമാ നടനായി എന്ന് പറയാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഉണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ വന്ന ആദ്യത്തെ സിനിമയാണ് ഒരു താത്വിക അവലോകനം. അതിനു മുമ്പും ചില സിനിമകളിൽ കുഞ്ഞു കുഞ്ഞ് വേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 6-7 സിനിമകളുണ്ടെങ്കിലും സിനിമയിൽ അഭിനയിച്ചു എന്നതിലുപരി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ നേരത്തെ ഇൻട്രൊഡ്യൂസ് പോലെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കലാലയത്തിലാണ്. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജി ശങ്കരപ്പിള്ള സാറിൽ തുടങ്ങി ശാസ്താംകോട്ട ബാലേന്ദ്ര സാറിലൂടെ, ഭരത് മുരളിയിലൂടെ ഇങ്ങനെ കലാരംഗത്ത് വന്നിരിക്കുന്ന ധാരാളം പ്രതിഭകൾ ഒട്ടനവധി പേരുണ്ട്. സന്തോഷ് കുറുപ്പേട്ടൻ അടക്കമുള്ള പുതുതലമുറയിലും പഴയ തലമുറയിലും പെട്ട ധാരാളം പേർ വളരെ സിനിമയിൽ അവരുടേതായ അടയാളപ്പെടുത്തലുകൾ രേഖപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ്. അത്തരമൊരു കലാലയത്തിൽ നിന്ന് ഇവിടുത്തെ സ്റ്റേറ്റിൽ നിന്ന് നാടകം കളിച്ച് മിമിക്രി കളിച്ച് യൂണിവേഴ്സിറ്റി വിന്നറായി ആ കൈയടി, ആ ശബ്ദം അതെന്നെ വല്ലാതെ പരുവപ്പെടുത്തിയൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ നിന്നൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അത്രത്തോളം ഞാൻ വളർന്നു വന്ന് എനിക്കറിയില്ല. അല്ലെ, ഒരു എനർജി കയറി വരും അല്ലേ. നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വീടിനേക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ് കോളേജ്. തീർച്ചയായും. അപ്പോൾ കോളേജ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രീ ആണ്. നമ്മൾ അറിയാതെ തന്നെ വന്നു പോകും. നമ്മൾ വീണ്ടും പഴയ കുഞ്ഞുനാളിലെ അല്ല മീൻസ് ആ ഒരു നമ്മുടെ കൗമാര കാലഘട്ടത്തിലേക്ക് കടന്നു പോകും. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പല അധ്യാപകരുടെ മുഖങ്ങൾ മനസ്സിലേക്ക് വരികയാണ്. മലയാളത്തിലെയും സംസ്കൃതത്തിലെയും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ, നമ്മളുടെ ഭാഷ റെഡിയാക്കി തന്നവർ, നമ്മളെ സംസാരിക്കാൻ പഠിച്ചവർ, അല്ലെങ്കിൽ മൈക്കിൽ ഫൈറ്റില്ലാതെ സംസാരിക്കാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാർ, ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കൂട്ടുകാർ, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അറിയാലോ, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സഹയാത്രികനായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ ഉണ്ടായിരുന്ന ഒരു NSS ക്യാമ്പിലുണ്ടായിരുന്ന അനുഭവം ഇതെല്ലാം മനസ്സിലിങ്ങനെ ഭയങ്കര ഇരമ്പലുകളായി വരികയാണ്. കിഴക്കേക്കലട എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമത്തിൽ നിന്നാണ് റോജിനെ പോലൊരു സിനിമാ നടൻ വരുന്നത്. അത് വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാട് പിന്നെ കലാകാരന്മാരുണ്ടെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന തലങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു വേദനാജനകമായ ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ വളർന്നു വന്ന ഒരു പ്രതിഭയാണ്. നമുക്ക് റോജിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം, കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ രേഷ്മയ്ക്ക് പറയാൻ ആഗ്രഹം കാണും. രേഷ്മ റോജിനെ പരിചയപ്പെടുന്ന മൺട്രോത്തുരുത്തിൽ വെച്ച് തന്നെയാണ്. മൺട്രോത്തുരുത്തിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് റോജിൻ. അപ്പം ടൂറിസം മേഖലയിലായാലും റോജിൻ്റെ ഒരുപാട് സംഭാവനകളുണ്ട്. നമുക്കതൊക്കെ കേൾക്കാം. നമ്മൾ നിൽക്കുന്ന സ്ഥലം ശാസ്താംകോട്ട. ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ കുറച്ച് സാധന സാമഗ്രികൾ അവിടെ അതെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചേക്ക്. അത് ഇവിടെ വാനരപ്പടയുണ്ട്, മനസ്സിലാവും. നമ്മുടെ അമ്പലക്കുരങ്ങ്, ചന്തക്കുരങ്ങ് 2 വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കുരങ്ങുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശല്യക്കാരുണ്ട്, ഇച്ചിരി പ്രശ്നക്കാരുണ്ട്. അപ്പോൾ അതിങ്ങനെ കോളേജിൻ്റെ ഭാഗത്തൊക്കെ അലഞ്ഞിരിക്കും. ഇപ്പോൾ പിള്ളേർ വരാൻ തുടങ്ങി സമയം, അതെ ക്ലാസ് വിദ്യാർത്ഥികൾ വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗ് ചിലപ്പം ഇനി അവിടെ മൊബൈലൊക്കെ എടുത്തിക്കാൻ വേണ്ടി സിനിമയിലൊക്കെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ കണ്ടിട്ടുള്ളത് TV ചാനലിലൂടെ കോമഡി സ്റ്റാർസ്, കോമഡി ഉത്സവം. അപ്പൊ ഈ വേദികളിലെല്ലാം നമ്മുടെ ജഗദീഷ് ചേട്ടനെ പോലുള്ള പ്രമുഖ വ്യക്തികളുണ്ടല്ലോ. അപ്പൊ അവരിൽ നിന്നൊക്കെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഉപദേശങ്ങൾ ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. കാരണം നമ്മൾ വലിയ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആരാധിച്ചിരുന്ന കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച വലിയ താരങ്ങളുടെ മുന്നിൽ പ്രോഗ്രാം അവതരിപ്പിക്കുക, സ്കിറ്റ്, അത് കണ്ടിട്ട് അവർ ചിരിക്കുക, അവർ അഭിപ്രായങ്ങൾ പറയുക, അത് ഭയങ്കര വാല്യുബിൾ ആണ്. ജഗദീഷ് ചേട്ടനെ പോലുള്ള ആൾക്കാർ എല്ലാത്തിനും തീർച്ചയായിട്ടും. ജഗദീഷ് ചേട്ടനൊക്കെ എന്നോട് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു. ഇപ്പോൾ കോമഡി സ്റ്റാർസിൽ ഞാനുള്ള സമയത്ത് വെച്ചെങ്കിൽ എൻ്റെ ഒരു ടീമുണ്ട്. അതിൻ്റെ ലീഡറായിട്ട് ഞാനുള്ള സമയത്തായാലും ഞാൻ പലപ്പോഴും ഡേഞ്ചർ സോണിൽ വരുമ്പോഴൊക്കെ ആയാലും എൻ്റെ വർത്തമാനം കേൾക്കാൻ വേണ്ടി പുള്ളി എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ എടുത്ത് ഇടിയിപ്പിക്കും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു വല്ലാത്ത വൈബാണ് ജഗദീഷ് ചേട്ടന് കിട്ടുന്നത്. ഏത് പ്രോഗ്രാം ആണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പ്രേക്ഷകരെ നോക്കിയിരിക്കുന്നത് ജഗദീഷ് ചേട്ടൻ എന്ത് കമന്റ് പറയാം. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ അതേ ശബ്ദം അതേ രീതിയിൽ അനുകരിക്കുന്നത് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ഒരുപാട് ചാനലുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ജഗദീഷ് ചേട്ടൻ്റെ ശബ്ദം ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം പുള്ളി അത് ഭയങ്കര ഇഷ്ടം, പുള്ളി അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും നമ്മളത് ചെയ്യുന്ന സമയത്ത്. ഹാസ്യ രംഗത്തെ നവപ്രതിഭകളെ കണ്ടെത്തി വെള്ളിത്തിരിയുടെ മായിക ലോകത്തെത്തിക്കുന്ന പ്രോഗ്രാമാണ്
വോഡഫോൺ കോമഡി സ്റ്റാർസ് വെർബൽ ഹ്യൂമറിന് വേണ്ടിയിട്ട് ആനുകാലിക പ്രസക്തിയുള്ള ചില സംഭവങ്ങൾ ചെയ്തു. സറ്ററായിട്ടുള്ള ചില എലമെന്റുകൾ അതിൽ ഉൾപ്പെടുത്തി. ആ കാക്കയുടെ എൻട്രി വന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ് ഇന്ന് കണ്ട വാർത്ത പോലും കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതിൻ്റെ എൻഡ് പഞ്ച് വെൽഡൻ ആയിരുന്നു. വെരി വെൽ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. ഇങ്ങനെ അതൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ഒന്നുകൂടെ പറഞ്ഞ റോജിനെ അതൊന്ന് കേൾക്കട്ടെ എന്ന് പറയുന്ന അങ്ങനെ ടിനിച്ചേട്ടനായാലും പ്രചോദേട്ടനായാലും പലരും കൽപ്പന ചേച്ചിയൊക്കെ ഉണ്ട് ആ സമയത്ത് ജഡ്ജായിട്ട്, മണിമല രാജേട്ടൻ, അങ്ങനെ വലിയ വലിയ താരങ്ങൾക്കൊപ്പം നിൽക്കാനും കാണാനും ഒക്കെ കിട്ടിയത് ശരിക്കും അതെ 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 അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത് ആദ്യം ഏഷ്യാനെറ്റ് തന്നെയാണ്. മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ബേസ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടാക്കി തരുന്ന ഒരു വലിയ പ്രോഗ്രാമായിരുന്നു ഏഷ്യാനെറ്റ് വോഡഫോൺ കോമഡി സ്റ്റാർസ്. അതിൻ്റെ സംവിധായകൻ ബൈജു ജി മേൽ, അദ്ദേഹം ഞാനോട്ടും വലിയ ആത്മബന്ധമാണ്. അദ്ദേഹത്തിനൊപ്പം അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കോമഡി സ്റ്റാർസിന് മുമ്പും ഒക്കെ. കലാലയ രംഗത്തൊക്കെ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. കലാരംഗത്ത് മാത്രമല്ല ഇപ്പോഴും സജീവമായി രാഷ്ട്രീയത്തിൽ ഉണ്ട്. അപ്പം സഖാവ് റോജിൻ തോമസ് ഈ സിനിമയിൽ സഖാവ് സജിയായി മാറിയപ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അത് വലിയ വ്യത്യാസമാണ്. കാരണം സഖാവ് റോജിൻ തോമസ് എന്ന് പറയുന്നത് ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളും ചുമതലകളൊക്കെ വഹിക്കുന്ന ഒരാളാണ്. മറ്റത് ഒരു സമകാലീന രാഷ്ട്രീയത്തിൻ്റെ ചില സംഭവങ്ങൾ സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയൊക്കെ ഭാവനയിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു കലാസൃഷ്ടിയാണ്. അത് രണ്ട് എൻ്റർലി ഡിഫറൻ്റ് ആണ്. സഖാവ് സജി വേറൊരു കഥാപാത്രമാണ്, ഒരിക്കലും ഞാനല്ലത്. പിന്നെ ആ സിനിമ ആ സബ്ജക്റ്റ് ആവശ്യപ്പെടുന്ന ആ പ്രമേയത്തിന് ആവശ്യമാകുന്ന തരത്തിലുള്ള ബിഹേവിങ് അത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഉയരങ്ങളിൽ ഇപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കണമല്ലോ ഒരു സിനിമയിലൊക്കെ എത്തിച്ചേരാൻ. ഇപ്പം ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് അവസരം ചോദിച്ച് ഓരോരുത്തർ ചെല്ലുന്നത്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ സിനിമയിലൊക്കെ എത്താൻ. അല്ലേ ഈ സിനിമയെ ഇപ്പം ഞാൻ പോലും ഇപ്പോൾ ഒരു സിനിമാ താരം അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന് പറയുന്ന ഒരു ലേബലിലേക്ക് എത്തിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും ഞാൻ ഒരു 10 പടത്തിൽ അഭിനയിച്ചു. ആദ്യം അഭിനയിച്ച പടം ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് വിളിച്ചുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ ചെന്നു. ആ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. ആ പടത്തിൽ ചെയ്തപ്പോൾ ഞാനില്ല ആ പടത്തിൽ. ആ സീൻ കട്ട് ചെയ്ത് പോയി. പിന്നീട് അഭിനയിച്ച എല്ലാ പടങ്ങളിലും ചെറിയ ഡയലോഗ് ഉള്ളെങ്കിൽ പോലും ഞാനാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. ഒടുവിൽ ഇപ്പോഴാണ് ശരിക്കും അഖിൽ മാരാർ എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നത് എൻ്റെ സംവിധായകൻ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ള നന്ദി ഇപ്പം തന്നെ അഖിൽ മാരാരോട് ഈ ഇൻ്റർവ്യൂയിലൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം എനിക്കൊരു വിഴുനീള വേഷം തന്നു. അതൊരു വലിയ നിറഞ്ഞു നിൽക്കുന്ന വേഷമൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ലേ സിനിമയിൽ ആഗ്രഹിച്ച് വേഷം ചോദിച്ചു വരെ നമ്മൾ സിനിമ മനസ്സിലാക്കേണ്ട കാര്യം ഈ സ്വർണ്ണക്കടയിലെ മണ്ണ് തൂത്തുവാരിയിട്ട് അത് അവിടെ കൊണ്ട് മാറ്റി വെക്കും, കളയത്തില്ല. കാരണം ആ ഒരു തരിക്ക് പോലും പിന്നീട് അരിച്ചെടുക്കുമ്പോൾ വിലയുണ്ട് എന്ന് പറഞ്ഞതുപോലെ സിനിമയിലെ ഓരോ പാസിംഗ് ഷോട്ടുകൾ ഇപ്പോൾ നമ്മളൊരു ബസ് കാണിക്കുകയാണ് അല്ലെങ്കിൽ ക്ലാസ് റൂം കാണിക്കുകയാണ്. അപ്പോൾ അതിലിരിക്കുന്ന ഓരോ ആൾക്കാരും വിവിധ വർഷങ്ങളായി സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് വെച്ച് അലഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടായാലും അതിൻ്റെ തൊട്ടപ്പുറത്തേക്കായാലും അല്ലാതെ വെറുതെ ഒരാളും സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചാൻസ് വെച്ച് അലയുന്നവർ ചിലർ വരുന്നു. ചിലർക്ക് ചിലപ്പോൾ ഒരു നിമിഷം ഒരു ഡയലോഗ് ഉണ്ടായിരിക്കും. ഒരു വെള്ളിയാഴ്ച മതി തലവരെ മാറാമെന്ന് പറഞ്ഞതുപോലെ ഒരു അവസരം കിട്ടുന്നു, അത് ക്ലിക്കാവുന്നു. അപ്പോൾ സിനിമയിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് 3-4 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചു നടക്കുന്നു, ഭയങ്കര അവസരം കിട്ടുന്നു. ഒരു കുഞ്ഞു വേഷം, ഒരു ചെറിയ ഡയലോഗ് അല്ലെങ്കിൽ ഒരു പാസിങ്. അപ്പോൾ നമുക്ക് പറയാം നായകൻ കോഫി ഷോപ്പിൽ വരുമ്പോൾ അവിടെ ഇരുന്ന് ഞാനാണെന്ന് പറഞ്ഞ് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് അടുത്ത സാധനം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പോയി കണ്ടിട്ട് അയ്യോ അത് നമ്മുടെ റോജിനല്ലേ ആ പടത്തിലുണ്ടോ, ഒരു റോജിന് ഇയാൾ ആ പടത്തിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടം. അത് കഴിഞ്ഞ് വീണ്ടും കുറേ നാളൂടെ കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂരോ ഇരിങ്ങാലക്കുടയിലോ അല്ലെങ്കിൽ വേറെ തിരുവനന്തപുരത്തോ ചെല്ലുമ്പം അണ്ണ ഇല്ല പടത്തിനകത്തുണ്ടായിരുന്നു എന്ന് പരിചയമില്ലാത്ത ഒരാൾ ചോദിക്കുന്ന ഒരു അവസ്ഥ. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും സിനിമാ നടനാവുന്നത്. ആ ഘട്ടങ്ങളൊന്നും തന്നെ സിനിമാ നടനല്ല യഥാർത്ഥത്തിൽ. ഇപ്പം ഞാൻ ആ പടത്തിലുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ എത്തിയതേ ഉള്ളൂ. ഇനി ബാക്കിയൊക്കെ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ, അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ്. അപ്പോൾ നമ്മുടെ നാടൊക്കെ വിട്ടിട്ട് വിദേശത്തോട്ട് പോയപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ? അവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസകരമായ എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഞാൻ പറയില്ല അമേരിക്കയിലേക്ക് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്നെപ്പോലെ സാധാരണക്കാരനായിട്ട് പറ്റില്ല. എൻ്റെ കുഞ്ഞിനാളിൽ പപ്പ നമുക്ക് സയൻസിൽ പഠിക്കാനുണ്ട്. ഇങ്ങനെ ഭൂമി കറങ്ങുമ്പോൾ സൂര്യൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഇവിടെ അമേരിക്കയിൽ ഇരുട്ടാകുമ്പോൾ ഇവിടെ പ്രകാശം വരുന്ന സംഭവമുണ്ട്. അതൊരു പന്ത് വെച്ചിട്ട് അമേരിക്ക ഇന്ത്യ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ബോൾ ഇങ്ങനെ കറക്കിയൊക്കെ പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അമേരിക്ക പോകണമൊക്കെ വെറുതെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ലാതെ അമേരിക്കയിൽ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം ബ്ലഡ് റിലേഷൻ ഉള്ളവർക്ക് മാത്രമേ വിസ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ അത്രയും പഠിക്കാൻ നമ്മൾ പഠിക്കാനൊന്നും എടുക്കാനല്ലല്ലോ. അങ്ങനെ മിമിക്രി ഉണ്ടായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു വാല്യൂ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് അമേരിക്ക പോകാൻ പറ്റിയത്. അമേരിക്ക മാത്രമല്ല മസ്കറ്റിൽ, ദുബായിൽ, ഷാർജയിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. കേരളത്തിനകത്തും പുറത്തും പറഞ്ഞില്ല ഈ രാജ്യത്തിന് പുറത്തുമൊക്കെ പോകുന്നു എന്ന് പറയുമ്പം അത് പുതിയ പുതിയ അനുഭവങ്ങളാണ്. പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, സംസ്കാരങ്ങൾ പഠിക്കാം, ആഹാരങ്ങൾ ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ അനുഭവമാണ്. പോയതിൽ ഏറ്റവും കൂടുതൽ ഇനിയും പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ദുബായും അമേരിക്കയുമാണ്. മിമിക്രി എന്നൊക്കെ പറയുമ്പോഴേ അനുകരണമല്ലേ കൂടുതൽ. അപ്പം ഈ ചലച്ചിത്ര താരങ്ങളെ മിമിക്രി ചെയ്തിട്ട് അവരുടെ മുന്നിൽ വെച്ച് ചെയ്യേണ്ട ഒരു അവസരം വന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും രസകരമായി തോന്നുന്ന കുറേ അധികം മുഹൂർത്തങ്ങളുണ്ട്. 97 കാലഘട്ടത്തിൽ വംശം എന്ന മെഗാ സീരിയൽ നമ്മുടെ കാരാളിമുക്കും പരിസരപ്രദേശമൊക്കെ ഇങ്ങനെ ഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചാൻസ് വെച്ച് എന്നും പോകും. KS ശ്രീകുട്ട സാറാണ് എൻ്റെ സംവിധായകൻ. അവിടെ ചെല്ലുമ്പോൾ അവിടെ മധുസാറുണ്ട്. അപ്പോൾ മധുസാറിൻ്റെ ശബ്ദമൊക്കെ മധുസാറിൻ്റെ മുന്നിൽ അനുകരിക്കാൻ പേടിയാണ് നമുക്ക്. ഭയങ്കര ആരാധ്യനായ മനുഷ്യനല്ലേ. പരിചയപ്പെട്ടുണ്ട്, കാലുവിട്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് അവിടെ MS തൃപ്പൂണിത്തറ സാമിയേട്ടൻ വരും. സാമിയേട്ടൻ ഉച്ചയ്ക്ക് ഇങ്ങനെ വന്നൊരു മുറുക്കാൻ ചെല്ലമൊക്കെ എടുത്ത് ഇങ്ങനെ സൈഡിൽ ഇരിക്കുമ്പോൾ എന്നോട് അവിടെ ഉള്ളൊരു പറയും എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ ഒരു എന്ന് പറയാം. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വിളിക്കും, ഇങ്ങോട്ട് വാവേ
ഒന്നുകൂടെ പറഞ്ഞേ എന്നിട്ട് പുള്ളിയുടെ അഭിനയം ചെയ്തിട്ടുണ്ട്. അത് ചെറിയ പ്രായത്തില്ല, അപ്പം ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സിദ്ദിഖേട്ടൻ, ഇപ്പോഴത്തെ നടൻ സിദ്ദിഖേട്ടൻ, റിസ്വാജ് ചേട്ടൻ ഇരുന്നിട്ട് അവരുടെ മുന്നിൽ റിസ്വാജ് സൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം കോമഡി സ്റ്റാർസിൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ ഡേഞ്ചർ സോണിലൊക്കെ വന്ന് ഔട്ടായതിനു ശേഷം സുരേഷ് ഗോപി അവിടെ വന്നു ഓഡീഷൻ പരിപാടി പ്രൊമോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അന്ന് സുരേഷ് ഗോപി ചേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് സുരേഷ് ഗോപി ചേട്ടൻ്റെ ശബ്ദം ചെയ്തു. അപ്പോൾ പുള്ളി സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ട് ദൂരെ നിന്ന് വാച്ച് ചെയ്തിട്ട് തിരിച്ച് വന്ന് വലിയ കമൻറ്റ് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. ഷേഖാൻ്റെയൊക്കെ വന്ന് കൊല്ലത്താണെന്ന് പറഞ്ഞു. ഭയങ്കര സ്നേഹം. വലിയൊരു നല്ല മനുഷ്യനാണ്, അറിയാമല്ലോ. ഇപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതിഫലത്തിൻ്റെ അഡ്വാൻസ് വാങ്ങുമ്പോൾ കൊടുക്കുന്ന തുക കൊടുക്കുന്ന അങ്ങനെയൊക്കെ ഒത്തിരി ചാറ്റ് ചെയ്യുന്ന നല്ല മനുഷ്യനാണ്. ഇവിടെ സ്റ്റേജ് ഒന്നും ഇല്ല, അപ്പം നമ്മുടെ ഈ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അപ്പോൾ വലിയ മഹാനടന്റെ ആ ഒരു ശബ്ദം. തീർച്ചയായിട്ടും ഈ മിമിക്രി എന്ന് പറയുന്നത് തന്നെ ശബ്ദം കൊണ്ടുള്ളൊരു കളിയാണ്. അതിന് മൈക്ക് വേണം, സിസ്റ്റം വേണം, അത് ശരിയാണ്. പക്ഷേ എങ്കിലും ഇപ്പോൾ ഐലൻഡ് ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ചേട്ടൻ്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം. എനിക്കറിയാം, മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിന്ന് മാറി ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാലഘട്ടം. രാജ്യത്തെ സേവിക്കുക, രാജ്യത്തിലെ സേവന താല്പര്യത്തോടു കൂടി ഞാൻ ഇടപെടുന്ന ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ. ഐലൻഡ് ടെലിവിഷൻ്റെ ഈ ഇൻ്റർവ്യൂവിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഇത് കാണുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ സന്തോഷിക്കുന്നുണ്ട്. ഐലൻഡ് ടെലിവിഷൻ ഇപ്പോൾ 100 എപ്പിസോഡുകൾ ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ ഒരു നിറവിൽ നിൽക്കുകയാണ്. ഇനിയും ഐലൻഡ് ടെലിവിഷൻ അതിൻ്റെ ചൈത്രയാത്ര ഗംഭീരമായി നടത്തട്ടെ. വന്നു സുരേഷ് ഗോപി സാറിനെ നേരിട്ട് കാണണം, അടുത്ത് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ശബ്ദം കേട്ടതിൽ ഭയങ്കര സന്തോഷം. സിനിമയിലെ പാട്ടിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കട്ടെ. അപ്പൊ അന്നൊക്കെ ക്യാമ്പസിൽ ഒരു താരമല്ലായിരുന്നു. ക്യാമ്പസ് പ്രണയങ്ങളൊക്കെ കാണുമല്ലോ, സത്യം പറയണ്ട. ക്യാമ്പസിൽ അങ്ങനെ താരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം ഈ പറഞ്ഞില്ലേ പൊളിറ്റിക്സും പാട്ടും മിമിക്രിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുന്നത് കൊണ്ട് പലർക്കും ഇഷ്ടം തോന്നില്ല. അത് ക്യാമ്പസിൽ വെച്ചൊന്നും അല്ല കേട്ടോ, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ പ്രേമമൊക്കെ തോന്നിയിട്ടുണ്ട് പലർക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കാൻ ഞാനിപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമ്പസ് പ്രണയത്തെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ അറിയാതെ എന്നെ പ്രണയിച്ചവരുണ്ട്, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ പ്രണയിച്ചവരുണ്ട്. ഇപ്പോൾ എന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയുണ്ട്. ഇനി എന്നെ പ്രണയിച്ചിട്ട് പോയി വേറെ ആളുടെ ഭാര്യയായി ജീവിക്കുന്ന ആളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരുടെയും സമാധാന അന്തരീക്ഷം തല്ലിക്കിടത്താൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രണയമായി തന്നെ ഇങ്ങനെ അനുസ്ഥിതം തുടരുന്നു. അത് ഭാര്യയോട് തന്നെ അങ്ങനെ പറഞ്ഞ ബാക്കി പ്രണയിനികളൊക്കെ പിണങ്ങും. വീട്ടിലുള്ള പ്രണയം ആത്യന്തികമായി എത്തിച്ചേരേണ്ടത് പ്രണയം എപ്പോഴും നമ്മളുടെ ഒപ്പം ഉണ്ടാകുന്നതും അവൾ മാത്രമായിരിക്കും. അത് ഭയങ്കര സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്, വൈഫ് നല്ല സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ കലാരംഗത്ത് പോകുന്നതിനും വരുന്നതിനും ഒക്കെ വലിയ സന്തോഷമാണ്. ആൾ നേഴ്സാണ്, സൗദി അറേബ്യയിലാണ്, ജിദ്ദയിൽ ഒരു ഹോസ്പിറ്റൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കുറച്ച് നാളായിട്ടുള്ള പോയിട്ട്, നാട്ടിലായിരുന്നു. വിദേശത്തൊക്കെ പോകുമ്പോഴേ കുറേ ദിവസം കാണാതൊക്കെ ഇരിക്കത്തില്ലേ? അതെ, അത് ശീലമാണ്. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് തന്നെയും ഞങ്ങൾക്ക് 2 പേർക്കും 2 സമയത്തായിരിക്കുമല്ലോ ജോലിയും അവളുടെ ഡ്യൂട്ടിയൊക്കെ. അതൊരു വിഷയമല്ല. കുഞ്ഞുങ്ങളുണ്ട്, 2 ആൺകുട്ടികൾ. മൂത്താൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അയാളെ സ്കൂളിൽ ചേർത്തിട്ടില്ല, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലാസ് തുടങ്ങിയിട്ടില്ല. 2 ആൺകുട്ടികളാണ്. അങ്ങനെ പോകുന്നു. അപ്പനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പനും അമ്മയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം എന്നെ കുഞ്ഞുനാളിൽ സൈക്കിളെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്തും സ്റ്റേജിലൊക്കെ പ്രോഗ്രാമിൽ കൊണ്ട് നിർത്തി ചെയ്യണമെന്നൊക്കെ പറയുന്ന പപ്പയായിരുന്നു. അത് ഒരു കോളേജ് കാലഘട്ടം, സ്കൂൾ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പയുടെയൊക്കെ മുഖം മാറാൻ തുടങ്ങി. കാരണം ഇതിങ്ങനെ മിമിക്രി കളിച്ച് കിടന്ന 27 മണിക്കൂർ കല്യാണം കഴിക്കേണ്ടത് ജീവിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു. ഇപ്പോഴും കലാരംഗത്ത് അച്ചീവ്മെൻറ്റ്സ് കിട്ടുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും ഈ പ്രത്യേകിച്ച് ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട ആളാണ്, ഗ്രാമപ്രദേശമാണ്. എൻ്റെ പ്രായത്തിലുള്ള മിക്കവാറും ആൾക്കാരൊക്കെ ഇലക്ട്രീഷ്യനും പ്ലംബറും ഒക്കെ ആയി ഗൾഫിൽ പോയി അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി. ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വിദേശത്ത് പോവുക, കാശുണ്ടാക്കുക, തിരിച്ചു വരിക, വീട് വെക്കുക, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിപ്പോഴും കലാപരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ശരിയാവും, നാളെ ശരിയാവും. ഞാനിപ്പോഴും പറയുന്നത് സിനിമ ദേശാടത്തിലെ മുത്തച്ഛൻ വന്നില്ലയോ, ATS പടനിൽ വന്നില്ലയോ, നമുക്കിനി സമയമുണ്ട് എന്നതാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരതൊക്കെ എൻജോയ് ചെയ്യുന്നു, സന്തോഷിക്കുന്നു. പിന്നെ ലൈഫ് കുഴപ്പമില്ലാതെ പോകുന്നു. എല്ലാം ഈശ്വര നിശ്ചയം. പെങ്ങളുണ്ട്, ഒരു സഹോദരിയാണ്, അളിയൻ, 2 കുട്ടികൾ. ഇവരൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷം. ഇതുവരെ നിങ്ങൾ നിർത്തിയില്ല. പിന്നെ കഥകള് തീരത്തില്ല കേട്ടോ, ഒരുപാടുണ്ട് ഇങ്ങനെ പറയാനായിട്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും അടുത്ത ഒരു ചങ്ങാതി ആയതുകൊണ്ട് തന്നെ ഞാൻ പറയാം. കാരണം ഐലൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ചാനലിന്റെ എല്ലാമാണ് റോജിൻ തോമസ്, അങ്ങനെ വേണം പറയാൻ. കാരണം നമ്മളൊക്കെ ഒരു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്ത് റോജിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അത് നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്താലും ഏറ്റവും കൂടുതൽ നമുക്ക് പുള്ളിക്ക് അറിയാവുന്ന കാര്യങ്ങളായാലും അവർ നമുക്കൊന്ന് പറഞ്ഞു തരാനും ഒക്കെ ആ ഒരു രീതിയിൽ. തീർച്ചയായിട്ടും അതിപ്പം സജിത്തിന്റെ
ചാനൽ എന്നുള്ളത് മാത്രമല്ല നമുക്കറിയാം നമ്മൾ ദീപാവലി കാഴ്ച നടത്തിയ സമയം മുതൽ അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ഭയങ്കര സപ്പോർട്ട്. അതുപോലെ നമ്മുടെ നാട്ടിലെ കലാ സാംസ്കാരിക സംഘടന ഇപ്പം നാട്ടിൽ നമ്മൾ അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് അതും കൂടി വേണമല്ലോ നമ്മളല്ലാതെ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ബലം. എന്ത് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും അപ്പൊ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി റോജിൻ ഇനിയും കൈവിടാതെ കൊണ്ടുപോവുക. സിനിമയിൽ ഒരുപാട് ഉയരങ്ങളിലെത്തണം. നമ്മുടെ ഗ്രാമപ്രദേശത്ത് നിന്ന് ഇങ്ങനെ നമ്മൾ ഉരുട്ടി നമ്മൾ തന്നെ പുഷ് ചെയ്ത് വേണം അവിടെ എത്തിക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഘടകങ്ങളൊക്കെ അനുകൂലമായിരുന്നു. നിരന്തരമായി പരിശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് ത്യജിക്കേണ്ടി വരും. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. പക്ഷേ അതിന്റെ ആത്യന്തികമായ നഷ്ടങ്ങൾ വലിയ നേട്ടങ്ങളിലേക്ക് എത്തട്ടെ. ഏതായാലും റോജിൻ തോമസിന്റെ കൂടെ ഇത്രയും നേരം ചെലവഴിച്ചിട്ട് രേഷ്മയുടെ ഒരു അനുഭവം എങ്ങനെയാണ്? ഭയങ്കര സന്തോഷം. റോജിനെ പോലെ ഒരാൾ നമ്മുടെ കല്ലട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വന്നു. സിനിമയുടെ അപ്രപാളികളിൽ തങ്കലിപികളിൽ വീണ്ടും എഴുതാൻ ഒരുപാട് അവസരങ്ങൾ എത്തട്ടെ. അപ്പം എന്താ പറയുന്നത്? അല്ല, ഞാൻ മിമിക്രി പറഞ്ഞില്ല. ശബ്ദത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, മൈക്കിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് നടന്നത് നമ്മൾ ഈ യാത്രയിലാണ് പലതും ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് ഉടുപ്പിയിലേക്ക് യാത്രയിൽ പോയി ട്രെയിനിൽ. അപ്പോൾ ട്രെയിനിൽ പോയപ്പം പൂവാറ് നെയ്യാറ് സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ വണ്ടിയിലുണ്ട്. അപ്പോൾ അവരിങ്ങനെ തിയേറ്ററിൽ നമ്മൾ കേൾക്കുന്നു. അവരുടെ ഒരു പ്രത്യേക ലാംഗ്വേജ് അപ്പുറത്തെ ബോഗിൽ നിൽക്കുന്നു. ഞങ്ങളുടെ അടുത്തും കുറച്ച് ആൾക്കാരുണ്ട്, അവരും തിരുവനന്തപുരത്തുകാരാണ്, ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ അപ്പുറത്ത് നിന്ന് 2 ചേച്ചിമാരുടെ സൗണ്ട് കേൾക്കാം. ഇടീ ദേ നോക്കനടി വലിയ ബിൽഡിങ്ങുകളൊക്കെ അടി, ഈ ട്രെയിനൊക്കെ പോകുമ്പോൾ ഇതെല്ലാം കുലുങ്ങി വീഴുള്ളടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക സ്ലാങ്ങാണ്. അപ്പോൾ തിരുവനന്തപുരം സ്ലാങ്, തൃശ്ശൂർ സ്ലാങ്, ഇത് മോശമാക്കാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ സ്ലാങ്. അപ്പം ഇങ്ങനെ പോയപ്പോൾ വള്ളത്തോൾ എന്ന് പറഞ്ഞ സ്റ്റേഷനെത്തി. അപ്പോൾ അതിനകത്തൊരു ചേച്ചി വളരെ സന്തോഷത്തെ പറയാം, ദേ നോക്കിയാടിയെ വള്ളത്തോളിന്റെ പേരുള്ള സ്റ്റേഷൻ നോക്കടി എന്ന് പറഞ്ഞ് വേളം വെച്ചു. അപ്പോൾ മറ്റേ ചേച്ചി, ആരടി ഈ വള്ളത്തോള്? എടി രവി വള്ളത്തോള് സീരിയലിലൊക്കെ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നാട്ടുപുറത്തെ നിഷ്കളങ്കമായ കാഴ്ചപ്പാടാണ്. രവി വള്ളത്തോൾ ഒരു വലിയ മനുഷ്യനാണ്, പക്ഷേ ഇവളുടെ സിനിമാ നടനാണ്, എന്നിട്ടും അവർ സീരിയൽ വരെ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ചില സ്ലാങ്ങുകൾ, ചില ലാംഗ്വേജുകൾ, ചില സംസാരങ്ങളൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ പിന്നീട് ഒരു വലിയ ത്രെഡായി മാറുന്നത്. അതൊക്കെയാണ് സന്തോഷം. റോജിൻ ഒരുപാട് യാതനകൾ സഹിച്ചിട്ടാണ് ഈ വലിയ സ്ക്രീനിലേക്ക് എത്തിയത്. അപ്പം ഏതായാലും റോജിനെ ഞാൻ പറയുന്നതെന്ന് പറയുന്ന ഒരു വലിയ നായകനായിട്ട് തന്നെ കാണാൻ കഴിയട്ടെ. അപ്പം അതിന് ജഗദീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഒപ്പം ഇനിയും വലിയൊരു നടനായി കഴിഞ്ഞാലും ഐലൻഡ് ടെലിവിഷനിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഇൻ്റർവ്യൂ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഭാഗമായി വന്നതിൻ്റെ സന്തോഷത്തിൽ ആദ്യമായ ഒരു ഇൻ്റർവ്യൂ നൽകുന്ന ഐലൻഡ് ടെലിവിഷനാണ്. അതൊരു ചരിത്രമായി മാറട്ടെ. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സന്തോഷത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും നാളുകളാവട്ടെ. എല്ലാ ഐലൻഡ് TV പ്രേക്ഷകർക്കും അഭിവാദൻ.